രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 21-ാം തീയതി കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ നിന്ന് ആരംഭിച്ച് ഒരു മാസക്കാലമായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ എല്ലാ വിഭാഗം ജനങ്ങളുമായി നടത്തിയ ആശയവിനിമയത്തിലൂടെ കേരളത്തിലെ 7 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ വിഭാഗങ്ങളിലുള്ള ജനങ്ങളുമായി നടത്തിയ ആശയവിനിമയത്തിലൂടെ നവകേരളത്തിനു വേണ്ടി 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിയ നയപരിപാടികൾ വിശദീകരിച്ചും പുതിയ മുന്നേറ്റത്തിന് ജനകീയമായ പിന്തുണ തേടിയും അവരുടെ കൂടി അഭിപ്രായങ്ങൾ സ്വരൂപിച്ചും നടത്തിയ ഒരു യാത്രയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് 10ാം വർഷത്തിലേക്ക് കാലെടുത്തു കുത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും ജനപക്ഷം നിന്നുകൊണ്ട് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ സമാപന സമ്മേളനമാണ് ഈ വേദിയിൽ ഇവിടെ ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, കേരളത്തിൻ്റെ മന്ത്രിസഭയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ അടക്കമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളം അഭിമാനകരവും അത്ഭുതകരവുമായിട്ടുള്ള ഒരു പുതിയ ചരിത്രത്തിലേക്ക് കാലെടുത്തു കുത്തുകയാണ്. കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 10ാം വർഷത്തിലേക്ക് കടക്കുന്നു എന്നതല്ല, ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ ഒരു ജനകീയ ബദൽ അവതരിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ സംരക്ഷണത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഒരു സർക്കാർ ലോകത്ത് ഇതുവരെ കാണാത്ത വിധത്തിലുള്ള നേട്ടങ്ങളുടെ തേരിലേറി 10ാം വർഷത്തിലേക്ക് ഒരു ജനതയെ ആകെ കൊണ്ടുപോകുന്നു എന്ന അഭിമാനകരമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഈ വേദിയിൽ സ്വാഗതം ആശംസിച്ച ചീഫ് സെക്രട്ടറി നിങ്ങളോട് സൂചിപ്പിച്ചു, ഈ ചടങ്ങിൽ മറ്റൊരു മഹനീയമായ പ്രഖ്യാപനം കൂടി, ചടങ്ങുകൂടി ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഈ ഒരു വർഷക്കാലം കേരളത്തിലെ ഗവൺമെൻറ് ജനപക്ഷം നിന്ന് നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ മുതൽ ഇങ്ങോട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വകുപ്പുകൾ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ജനസമക്ഷം അവതരിപ്പിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ചരിത്ര സംഭവത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടെ ഈ ഗവൺമെന്റിന്റെ ഭാഗമായൊരു മന്ത്രി എന്ന നിലയിൽ പറയാൻ കഴിയും, ഇന്ത്യയുടെ ചരിത്രത്തിൽ, ജനാധിപത്യ ചരിത്രത്തിൽ, ഒരുപക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എല്ലാ വർഷവും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സ്വയം വിലയിരുത്തി ഞങ്ങളെ തന്നെ വിചാരണ ചെയ്ത് 3.5 കോടി മലയാളിയുടെ മുമ്പിൽ ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഭരണകൂടത്തിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാനാകും. പ്രകടന പത്രികയോ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഒരു നോട്ടീസല്ലേ എന്ന് ചോദിച്ച രാഷ്ട്രീയ നേതാക്കളുള്ള നാടാണ് ഈ കേരളം. എന്നാൽ ഈ ഗവൺമെന്റിനും മുന്നണിക്കും പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ നടത്തുന്ന ഒരു വാഗ്ദാനമാണെന്നും ആ വാഗ്ദാനം നടപ്പിലാക്കുക ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തന പദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണെന്നും ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രകടന പത്രികയുടെ പൂർത്തീകരണത്തിലേക്ക് ഇനി എത്ര ദൂരം എന്ന് ഓരോ ഘട്ടത്തിലും ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ മുമ്പിൽ ഈ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 10ാം വർഷത്തിലേക്ക് ഈ ഗവൺമെന്റ് കാലെടുത്തു കുത്തുമ്പോൾ ലോകം അത്ഭുതത്തോടെ ഈ കേരളത്തിലേക്ക് നോക്കുകയാണ്. കേരളം മാത്രമല്ല, ലോകമാകെ അസാധ്യം എന്ന് പ്രഖ്യാപിച്ചിരുന്ന എത്രയോ പ്രവർത്തനങ്ങൾ സാധ്യമാണ് ഒരു ജനാധിപത്യ ജനകീയ ഭരണകൂടത്തിന് എന്ന് ലോകത്തിനോട് പറയാൻ 9 വർഷക്കാലത്തെ ഇന്നലകളിൽ ഈ കേരളത്തിന് സാധിച്ചു എന്ന അഭിമാന ബോധത്തിന്റെ നെറുകയിലേറിയാണ് ഈ ഗവൺമെന്റ് അതിന്റെ 10ാം വർഷത്തിലേക്ക് കിടക്കുന്നത് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാനാകും. ഞങ്ങളെല്ലാവരും കാസർഗോട്ടെ കാലിക്കടവിൽ ആദ്യത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കാളികളായതാണ്. ഒരുപക്ഷെ ദീർഘമായ നേരം യാത്ര ചെയ്താണ്.
ജനങ്ങളുടെ ആവേശവും അതിൻ്റെ ആഹ്ലാദ തിണർപ്പും കണ്ടും അനുഭവിച്ചുമാണ് ഈ സമ്മേളന നഗരിയിലേക്ക് ഞങ്ങൾ എല്ലാവരും എത്തിച്ചേരുന്നത്. ഒരു കാര്യം ഉറപ്പോടെ ഞങ്ങൾക്ക് പറയാനാകും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഗവൺമെന്റിന്റെ വാർഷികവുമായി വിവിധ തലങ്ങളിൽ ഒത്തുചേർന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ നടത്തുന്ന പ്രഖ്യാപനം ഇനിയും ഈ കേരളത്തിന് നിങ്ങളെ വേണം, നിങ്ങളുടെ നേതൃത്വം വേണം, കേരളത്തെ നയിക്കാൻ ഇതേ മുന്നണി കേരളത്തിൽ തുടർന്നും വരണം എന്ന അഭിമാനകരമായ പ്രഖ്യാപനമാണ്. ഇത് കണ്ടും നേരിട്ടറിഞ്ഞും ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ എത്രയേറെ വലിയ ദുരന്തങ്ങളെയാണ് ഈ ഗവൺമെന്റ് നേരിടേണ്ടി വന്നത്. ഒരു ജനാധിപത്യ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ഭരണഘടനയുള്ള ഒരു നാട്ടിൽ ഒരു ഭരണകൂടവും നടത്താത്തതുപോലെ കേരളത്തിലെ ഗവൺമെന്റിനെ 3 വിധത്തിൽ ആക്രമിക്കാൻ എത്രയേറെ വലിയ പരിശ്രമങ്ങളാണ് കേരളത്തിൽ നടന്നു വന്നത്. കേരളത്തിന്റെ തലയ്ക്കുമീതെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറലിസത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ നടത്തിയ ദീർഘമായ പരിശ്രമങ്ങൾ ഈ കേരളം കണ്ടു. ഒരു നാട്ടിൽ ശക്തമായിട്ടുള്ള കേന്ദ്രവും ഭദ്രമായ സംസ്ഥാനങ്ങളുമെന്ന ഫെഡറലിസത്തിന്റെ ആശയങ്ങളെ പൂർണ്ണമായി തല്ലി തകർത്ത് 3 വിധത്തിൽ കേരളത്തിന്റെ ഭരണകൂടത്തിനു നേരെയുള്ള ആക്രമണങ്ങൾ ഒരു ഗവൺമെന്റ് തന്നെ നടത്തുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അതിന്റെ ഭാഗമായി കേന്ദ്രത്തിന്റെ റവന്യൂ വരുമാനത്തിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ട വിഹിതം പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് 1,77,000 കോടി രൂപ എന്ന കേരളത്തിന്റെ അർഹമായിട്ടുള്ള വിഹിതം പോലും തരാതെ, വിവിധങ്ങളായ പദ്ധതികളിലൂടെ കേന്ദ്രം തരേണ്ട പണം നൽകാതെ കേരളത്തിന്റെ സാമൂഹിക ക്ഷേമ പദ്ധതികളെ കഴുത്തു പിടിച്ചു ഞെരിക്കാൻ ശ്രമിച്ചതു മുതൽ അവസാനം നടന്ന ചൂരൽമലയിലെ ദുരന്തത്തിൽ ഈ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണെന്ന ഒറ്റ കാരണത്താൽ ചൂരൽമലയിൽ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ 1 രൂപ പോലും തരാത്ത വിധത്തിൽ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ നടത്തിയ ശ്രമം ഈ കേരളം കണ്ടു. മറ്റു പലയിടത്തും ചെലവാകുന്നത് പോലെ ചെലവാകുമെന്നു കരുതി 9 വർഷക്കാലം കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികൾ, അത് CBI ആകട്ടെ, ED ആകട്ടെ, ഇൻകം ടാക്സ് ആകട്ടെ, 9 വർഷക്കാലം ഈ കേരളത്തിന്റെ മണ്ണിൽ അഴിഞ്ഞാട്ടി എന്തെല്ലാം പരിശ്രമങ്ങൾ ഈ കേരളത്തിൽ നടത്തി. 10ാം വർഷത്തിലേക്ക് കിടക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായി അഭിമാനത്തോടെ പറയട്ടെ, 9 കൊല്ലം കേന്ദ്ര ഏജൻസികൾ എല്ലാ വിധത്തിൽ കുഴിച്ചു പരീക്ഷിച്ചിട്ടും മുഖ്യമന്ത്രി മുതൽ ഈ മന്ത്രിസഭയിലെ ഒരാളെപ്പോലും തൊടാൻ കേന്ദ്ര ഏജൻസികൾക്കായില്ല എന്നുള്ളത് ഈ ഗവൺമെന്റിലെ മന്ത്രിമാർ പുലർത്തുന്ന വിശുദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി നമുക്ക് അവതരിപ്പിക്കാനാകും. അവസാനം കേരളം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ഭരണഘടന കൊടുക്കുന്ന കേവലാധികാരത്തിന്റെ പുറത്ത് സംസ്ഥാനങ്ങളുടെ മേധാവികളായി പ്രവർത്തിക്കേണ്ട ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധമായിട്ടുള്ള സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളെ അട്ടിമറിച്ച് കേരളമടക്കം തങ്ങളുടെ രാഷ്ട്രീയ ഇംഗിതത്തിന് വഴങ്ങാത്ത സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളുടെ ഭരണസമിതികളെ പിടിച്ചെടുക്കാൻ ശ്രമിച്ച് ഗവർണർമാരെ പോലും സംസ്ഥാന ഭരണകൂടങ്ങൾക്കെതിരെ തിരിക്കാനുള്ള രാഷ്ട്രീയ ആയുധമായി പ്രയോഗിക്കാൻ ഉൾപ്പെടെയുള്ള പരിശ്രമങ്ങൾ നടന്ന നാടായി ഈ കേരളം മാറിയില്ലേ? പക്ഷേ അഭിമാനത്തോടെ പറയാൻ കഴിയും, ഈ വിധത്തിലുള്ള എല്ലാ പരിശ്രമങ്ങളും കേരളത്തിന്റെ തലയ്ക്കുമീതെ നടത്തിയിട്ടും പ്രകടന പത്രികയിലൂടെ ഒരു മുന്നണി കേരളത്തിന്റെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഒരു നടപടി പോലും ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്ര ഭരണകൂടത്തിനോ അതിന്റെ കുഴലൂത്തുകാർക്കോ ഈ കേരളത്തിൽ കഴിഞ്ഞില്ല എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരവസരം തന്നെയാണ്. അതുമാത്രമല്ല, ഓക്കിയും നിപ്പയും 2018-ലെയും 19-ലെയും മഹാപ്രളയങ്ങളും കോവിഡും കൊക്കയാറും ഇങ്ങനെ തുടങ്ങുന്ന ദുരന്തങ്ങളിൽ ചൂരൽമലയിൽ എത്തി നിൽക്കുന്നത് വരെ നിരവധികളായിട്ടുള്ള ദുരന്തങ്ങളുടെ പെരുമഴ കേരളത്തിന്റെ തലയ്ക്കുമീതെ നിന്നു പെയ്തിട്ടും 3.5 കോടി മലയാളിയിൽ ഒരാളെ പോലും ഒരു ദുരന്തത്തിനും വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് അവനെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ടു പോയ ഇന്ത്യയിലെ ഗവൺമെന്റിനുള്ള പേരാണ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് അഭിമാനത്തോടെ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദമായി നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും ഭൂമിയും
എല്ലാവർക്കും വീടും, എല്ലാവർക്കും വെള്ളവും, എല്ലാവർക്കും വെളിച്ചവും, എല്ലാവർക്കും വിദ്യാഭ്യാസവും, എല്ലാവർക്കും ആരോഗ്യവും, എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസവും, കേരളത്തിന്റെ പൊതുമാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ വില നിയന്ത്രണ ഉപാധികളും, കേരളത്തിന്റെ കാർഷിക മേഖലകളിലെ നവനവങ്ങളായിട്ടുള്ള പരിഷ്കാരങ്ങളും, ഒരു തവണ പോലും പവർ കട്ടില്ലാത്ത കേരളവും എല്ലാം സൃഷ്ടിച്ചുകൊണ്ട് ഈ കേരളം 10 വർഷക്കാലത്തെ അഭിമാനകരമായ യാത്ര അഭംഗുരം തുടരുന്ന കാഴ്ച നമ്മുടെ നാട് സന്തോഷത്തോടെ കാണുന്ന ഒരു ഘട്ടമാണിത്. ഞാൻ ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ നാട് ഈ വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിന് പരിചയപ്പെടുത്തേണ്ടതില്ല, ഒരുപക്ഷെ ലോകത്തു തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മദർഷിപ്പ് എത്തിച്ചേരുന്ന തുറമുഖമായി ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയോട് ചേർന്ന് കിടക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തെ മാറ്റാനുള്ള ഏക കാരണമായി കേരളത്തിലെ ഈ ഗവൺമെന്റ് മാറി എന്ന അഭിമാനബോധം നമ്മുടെ മുമ്പിലുണ്ട്. കേവലം തുറമുഖങ്ങളും അതിവേഗം യാത്ര ചെയ്യാവുന്ന മനോഹരമായിട്ടുള്ള റോഡുകളും വെള്ളവും വെളിച്ചവും വീടും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും മാത്രമല്ല, ഭൗതിക സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ കിഫ്ബി 20 കൊല്ലം കഴിഞ്ഞാൽ ഒരു നഗരം, ഒരു ഗ്രാമം എങ്ങനെ മാറുമെന്ന് ലോകത്തിനെ പരിചയപ്പെടുത്തിയത് മുതൽ അതിദരിദ്രരായ മനുഷ്യരില്ലാത്തൊരു നാടായി മാറുന്നതുൾപ്പെടെ കേരളം സർവതല സ്പർശിയായിട്ടുള്ള വികസനത്തിന്റെ പടികളിലൂടെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടെ തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒത്തുചേർന്ന 10,000ങ്ങളെ സാക്ഷി നിർത്തി പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ വരുന്ന നവംബർ 1-ാം തീയതി ലോകത്തിന്റെ തലയ്ക്കുമീതെ ഉദിക്കുന്ന സൂര്യൻ എത്ര കരുത്തോടെ പ്രകാശിച്ചാലും ഒരു ദരിദ്ര കുടുംബത്തെ പോലും കണ്ടെത്താൻ കഴിയാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ കൊച്ചു കേരളം മാറാൻ പോവുകയാണ് എന്ന അഭിമാനത്തോടെ നാം തിരിച്ചറിയുന്നുണ്ട്. 4 ലക്ഷത്തിലേറെ വരുന്ന മനുഷ്യർക്ക് പട്ടയവും 4,54,000 കുടുംബങ്ങൾക്ക് വീടും സമ്മാനിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് സാമൂഹിക ക്ഷേമ പെൻഷനുകൾ ഏതെല്ലാം വിധത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും അഭംഗുരം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു മുന്നോട്ട് പോകുന്നു. 2020-21 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന് കേന്ദ്ര വിഹിതമായി കിട്ടിയിരുന്ന റവന്യൂ വരുമാനം 44% 2024-25 കടക്കുമ്പോൾ അത് 25% വെട്ടിക്കുറച്ചിട്ടും ആഭ്യന്തര വരുമാനത്തിൽ വലിയ വർധനവുണ്ടാക്കിക്കൊണ്ട് 1,77,000 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചറുമായി ധനകാര്യ മേഖലയിൽ നടത്തുന്ന അസാമാന്യമായിട്ടുള്ള മാജിക്കിനും ഈ കേരളം സാക്ഷ്യം വഹിച്ചു. ആ വിധത്തിൽ മുന്നോട്ടു പോകുന്ന ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.